ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. ഇന്ന് ഞാനൊരു മൈലാഞ്ചി കല്യാണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ശബ്ദമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ അത്രേ കിട്ടുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് വേഗം ഇട്ടതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മുടെ അമ്മായിൻ്റെ മോളെ കുട്ടിയുടെ കല്യാണത്തിൻ്റെ മൈലാഞ്ചി പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മൈലാഞ്ചി നമ്മൾ ഇത് വേറൊരു അമ്മായിൻ്റെ മോളെ വീട്ടിൽ നിന്നാണ് മൈലാഞ്ചി ഇറങ്ങുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാനായിരുന്നായിരുന്നു. റോഡല്ല, ആ ഫുട്പാത്ത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പാട്ടും കളിയൊക്കെ ആയിട്ട് എല്ലാവരും വരികയാണ്. മൈലാഞ്ചി കല്യാണം അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തലേ ദിവസങ്ങളിലാണ് പിന്നെ എപ്പോഴും കല്യാണത്തിൻ്റെ ഭംഗി ഉണ്ടായിരിക്കുക. അന്നത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ടയേർഡാവും. അങ്ങനെ മൈലാഞ്ചിയും പിന്നെ മധുരവും ആയിട്ട് അവരെങ്ങനെ വരാണ്. അപ്പോൾ നമ്മൾ പാട്ട് എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ പാട്ടും പിന്നെ പാട്ട് പാടുമ്പോൾ എല്ലാവരും കളിക്കുമല്ലോ. അപ്പോൾ ഫ്രണ്ട്സുകളുണ്ട്, പിന്നെ കസിൻസും ആണുള്ളത്. അങ്ങനെ എല്ലാവരും കൂടി പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറാണ് കേട്ടോ. അതങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. പാട്ട് വെച്ചാൽ പിന്നെ എല്ലാവരും സ്വന്തം പരിപാടിയൊക്കെ ആകുമ്പോൾ അടിച്ച് പൊളിച്ച് അല്ലേ, മാക്സിമം നമ്മളെ കൊണ്ട് കഴിയണത്ര. പിന്നെ ശബ്ദം പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പം എൻ്റെയൊക്കെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് കുട്ടികളെ പരിപാടി എങ്ങനെ ഗ്രാൻഡ് ആക്കാന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ കേട്ടോ. എത്ര എന്തെന്നെ പറഞ്ഞാലും കല്യാണം അല്ലെങ്കിൽ ഒരാൾ കൂടുമ്പോഴുള്ള പരിപാടികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇതൊക്കെ വേറെ തന്നെയാണ്. അങ്ങനെ ഓരോ നമ്മളെ തേൻമുട്ടായി ഒക്കെ ഇപ്പത്തൊക്കെ അല്ലേ ട്രെൻഡുകൾ. നല്ല അലുവ, നല്ല ലഡു, ജിലേബി ഉണ്ടായിരുന്നു. ആ ജിലേബിൻ്റെ ആൾ അവിടെയൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് വരാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും എടുത്ത് വെക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞില്ല, ജിലേബിയുള്ള ആൾ മുന്നിൽ കടന്നു പോയി. നല്ല ചെറിയ നല്ല ചൂടുള്ള ജിലേബി. അങ്ങനെ ദമ്മിപ്പി മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഒരു മൈലാഞ്ചി ഇട്ട് കൊടുക്കട്ടെ. ഇതൊക്കെ തന്നെയല്ലേ കല്യാണത്തിൻ്റെ ഒരു രസമല്ലേ. ഈ ആർക്കായാലും പിന്നെ കല്യാണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ മുൻപുള്ള ദിവസങ്ങളിലെ ഭംഗി ഒരു വേറെ തന്നെയാണ്. നല്ല സന്തോഷം. നമ്മൾ പെരുന്നാളിൻ്റെ മാതിരി പെരുന്നാളിൻ്റെ തലേ ദിവസം അതിൻ്റെ തലേന്നൊക്കെ അല്ലേ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുക. കാരണം ആ പെരുന്നാളിൻ്റെ നമ്മൾ ജുമ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതുപോലാണ് ഞാൻ അനിയത്തിയും പിയാപ്പിളയും അങ്ങനെ ഓരോരുത്തരായിട്ട് മൈലാഞ്ചി ഇടാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും മാക്സിമം ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കാൻ തന്നെ ഉള്ളൂ. അതൊക്കെ കണ്ടോ മക്കളൊക്കെ വന്ന്. പിന്നെ തന്നെ നമ്മൾ പാട്ടും കൂത്തും തന്നെ. അവളെ ഫ്രണ്ട്സുകൾ ഒരു വക, ഫാമിലി ഒരു വക, ഇപ്പം ഫാമിലി വേറെ വക, പിന്നെ ഉമ്മ ഫാമിലി വേറെ വക. ഇത് മൈലാഞ്ചി പരിപാടി ഇമ്മ അമ്മൻ്റെ ഫാമിലിൻ്റെ വക. ഇത് കഴിഞ്ഞിട്ട് ഒരു ബ്രൈഡ് ട്യൂബി വെച്ചത് ഓളമ്മൻ്റെ ഉപ്പൻ്റെ ആൾക്കാരായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ പരിപാടിയായിട്ട് നല്ല അടിപൊളിയായിട്ട് മാക്സിമം നമ്മൾ അടിച്ചു പൊളിക്കുക എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിൽ പരിപാടികൾ ഓരോ ദിവസം. ഇത് ഫസ്റ്റിലെ ദിവസത്തിൻ്റെ പരിപാടിയാണ്. അതാ വല്യമ്മ വന്ന് മൈലാഞ്ചിട്ട് പിന്നെ ഒരിക്കലല്ലേ വല്യമ്മമാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ ഇത് ഓരോപ്പൻ്റെ ഫാമിലിയാണ് കേട്ടോ. ഇപ്പൻ്റെ പെങ്ങളെ മക്കളൊക്കെയാണ്. അങ്ങനെ ഓരോരുത്തർ വന്ന് പിന്നെ ഫോട്ടോ എടുക്കലും ഇതൊക്കെ തന്നെ. നമ്മൾ പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും പിന്നെ ഇതിൻ്റെ ഓരോ ഫോട്ടോ ഷൂട്ടാണ് ഉണ്ടാവുക. അങ്ങനെ പിന്നെ മോളെ കൊണ്ട് പിന്നെ കളിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓളൊരു ചമ്മല രൂപത്തിലൊന്ന് കളിച്ച് പിന്നെ ഫ്രണ്ട്സുകളെ കൂടെ അല്ലേ അപ്പം മക്കൾക്കൊരു എനർജി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഓരോ കൂടെ കളിക്കണപ്പോൾ ഞാൻ പിന്നെ അതൊന്നും എടുത്ത് ഞാൻ ഈ വീഡിയോ എടുക്കും വേണം, പരിപാടി കളിക്കും, ഡാൻസ് കളിക്കും വേണം, എല്ലാത്തിലും വേണ്ടേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാൻ പാടില്ലല്ലോ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും. എനിക്കറിയാം നമുക്കൊരു ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ എല്ലാവരും പറയും നമ്മൾ മുഴുവൻ കാണണമെങ്കിൽ നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് മുഴുവൻ കാണലെന്ന്. അപ്പോൾ ചിലവരൊക്കെ ആ റൂമിലായിരിക്കും, ചിലവർ അപ്പുറം ഇരിക്കുന്നുണ്ടാവും, ചിലർ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ഫുള്ളായിട്ട് കാണൂലല്ലോ. എൻ്റെ വീഡിയോയിലാണെങ്കിൽ ഉണ്ടാവല്ലോ എന്നുള്ള ആ ഒരു ഇതുണ്ടാവും എല്ലാവർക്കും. അതിനെക്കൊണ്ട് ഞാൻ മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ എല്ലാവരും കുറേയൊക്കെ കഴിയുമ്പോഴത്തേനൊക്കെ ഇത് ഞാൻ പറയില്ല അപ്പം ഫാമിലീൻ്റെ വക ബ്രൈഡ് ട്യൂബിൻ്റെ അവരാ ഒരുക്കത്തിലാണ്. അവർ ഒന്നും കൂടി ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്യുക. ബലൂണൊക്കെ ഉണ്ടായിരുന്നു. മക്കളുള്ള സ്ഥലത്ത് ബലൂണൊന്നും ഒട്ടിക്കാനുള്ള നേരം ഉണ്ടാവില്ല. ഓരോ മക്കളും ഓരോ ബലൂൺ എടുത്ത് അങ്ങോട്ട് പോയി. കുഞ്ഞുമക്കൾക്കൊക്കെ കാണുമ്പോൾ ബലൂണ്
പിന്നെ ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ മക്കളൊന്നും ഇതാവില്ലല്ലോ. അവർക്കിത് നമ്മളെ പരിപാടിയാണെന്നൊന്നുമില്ല. അവർക്ക് ബലൂണ് കണ്ടാൽ എടുക്കാം. അപ്പോൾ അവരൊരു റൂമിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് വരാമെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും അപ്പത്തിനെ കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളൂ. രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം. ഭക്ഷണമൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇങ്ങനത്തെ പരിപാടി തുടങ്ങുകയുള്ളൂ. മൈലാഞ്ചി പരിപാടി ഉണ്ടായതിനെ കൊണ്ട് വരയിൽ കുറേ ആൾക്കാർ വരാനുള്ളത് കൊണ്ടും ആദ്യം മൈലാഞ്ചി പരിപാടി നടത്തി പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ പരിപാടി പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് പിയോട്ടിൻ്റെ ഉമ്മൻ്റെ അടുത്ത് തന്നെ കൊടുത്തേക്കാണ് കേക്ക്. ഉമ്മ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഇപ്പം എൻ്റെ ഫാമിലിയൊക്കെ കണ്ടോ അവരടിച്ചു പൊളിക്കാൻ. അത് ഞാൻ പറഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസങ്ങളാണ് അല്ലേ അത്. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി തന്നെ മക്കൾക്ക് ഇങ്ങനെയുള്ള സന്തോഷം മാത്രമല്ല, ജീവിതത്തിൽ മരണം വരെ സന്തോഷത്തിൽ കഴിയാൻ അള്ളാഹു വിധി കൂട്ടട്ടെ. എല്ലാ വീഡിയോ കാണുന്ന ഓരോരുത്തരും ദുആ ചെയ്യണം. ഏത് പെൺകുട്ടികളെ കല്യാണം ആൺകുട്ടികളെ കല്യാണം ആയാലും അവർക്ക് മരണം വരെ സമാധാനത്തിലും സന്തോഷത്തിലുള്ള ഒരു ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഈ വീഡിയോ കാണുന്നവരൊക്കെ പ്രത്യേകം ഞാൻ പറയണം എന്താ വെച്ചാൽ ഏത് മക്കളായാലും സന്തോഷത്തിൽ കഴിയാനാണ് ഒരു ഉമ്മയും ബാപ്പയും കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതാവുമ്പോഴല്ലേ അതിൻ്റെ ഒരു സന്തോഷം അത് അപ്പോഴേ ആ ഉമ്മക്കും ബാപ്പക്കും ആ ഫാമിലിക്കും ഈ മക്കളെ സന്തോഷം കാണുമ്പോഴേ അവർക്കും ആ സന്തോഷം എന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമീൻ. കാണികളും മാക്സിമം എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ അപ്പത്തിനൊക്കെ അവർ വിളിച്ചറിഞ്ഞിട്ടുണ്ട് പുതിയ അപ്പൻ്റെ അവിടുന്ന് ഡ്രസ്സായിട്ട് അവരെല്ലാവരും വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോഴത്തേക്കും നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ശരിയാകുമ്പോഴത്തേക്ക് അവരെത്തി. അവർ ഡ്രസ്സായിട്ട് മൈലാഞ്ചിൻ്റെ ദിവസമാണ് വന്നത്. അതിൻ്റെ പിറ്റേന്ന് നിക്കാഹ്, അതിൻ്റെ പിറ്റേന്ന് ആണ് കല്യാണം. അത് 11 മണിക്കായതുകൊണ്ട് അവർ മാറ്റി നിന്നുണ്ടെങ്കിൽ അവർക്ക് കൂട്ടിക്കൊണ്ടുപോകല്ലോ. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും വന്ന് അവർക്കുള്ള പിന്നെ ഫുഡൊക്കെ കൊടുക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ സ്ഥലം വിട്ടിട്ടുണ്ട്. സമയം അത്രയും നേരം 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയമാകുമ്പോഴത്തേക്ക്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അന്നത്തെ ദിവസം അടിപൊളിയായി. താങ്ക് യു.